പുലിയും മരം കൊത്തിയും. ഒരു ദിവസം ഒരു പുലി താൻ പിടിച്ചു കൊന്ന ഇരയെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ വായിൽ ഒരു എല്ലിൻ കഷണം കുടുങ്ങി. പുലിക്കത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പുറത്തെടുത്തില്ലെങ്കിൽ എനിക്കിനി ഒന്നും കഴിക്കാൻ പറ്റില്ല. ദിവസങ്ങൾ കടന്നുപോയി. അത് ക്ഷീണിച്ചവശനായിക്കൊണ്ടേയിരുന്നു. എന്നെ ആരും സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. കുറെ നേരമായി ഇത് കണ്ടുകൊണ്ടിരുന്ന മരംകൊത്തിക്ക് പുലിയോട് സഹതാപം തോന്നി. മരംകൊത്തി പുലിയോട് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ വായും തുറന്ന് കിടക്കുന്നേ? പുലി മരംകൊത്തിയെ അടുത്ത് വിളിച്ച് തന്റെ വായിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലിൻ കഷണം കാണിച്ചു കൊടുത്തു. ഓ, ഈ എല്ലിൻ കഷ്ണം ഞാൻ എടുത്തു മാറ്റി തരാം. പക്ഷേ നീ കൊല്ലുന്ന മൃഗങ്ങളുടെ മാംസത്തിൽ എനിക്കും ഒരു പങ്ക് തരണം. പുലി അതിന് സമ്മതിച്ചു. മരംകൊത്തി പുലിയുടെ വാക്കകത്ത് കയറി എല്ലിൻ കഷണം പുറത്തെടുത്തിട്ട് അതിന്റെ വായിൽ നിന്ന് വേഗം പുറത്തു കിടന്നു. എന്നിട്ട് പറന്നു ചെന്ന് മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് എല്ലിൻ കഷണം താഴേക്കിട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് പുലി ഒരു മൃഗത്തെ കൊന്ന് തിന്നാൻ തുടങ്ങി. ഹേയ് കൂട്ടുകാരാ, നീ പറഞ്ഞ വാക്ക് മറന്നുപോയോ? എനിക്കും ഒരു പങ്ക് തരണം. പുലി ഇതിനു മുമ്പ് മരംകൊത്തിയെ കണ്ടിട്ടേയില്ലെന്ന വ്യാജേന തുറച്ചു നോക്കി. നീ ഏതാ? ഞാൻ എന്തിനാ നിനക്ക് പങ്കു തരുന്നത്? എന്ത്? എന്നെ ഓർമ്മയില്ലേ? ഞാനല്ലേ നിന്റെ വായിൽ കുടുങ്ങിയ എല്ല് മാറ്റിയത്? അത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഞാനൊരു കാട്ടുമൃഗമാണ്. നീ എന്റെ വായ്ക്കകത്ത് കയറിയപ്പോഴേ എനിക്ക് നിന്നെ തിന്നാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. അതിന് നീ എന്നോട് ആദ്യം നന്ദി പറയേ. ഓ, അത് ശരി. ഞാൻ ക്ഷീണിതനായത് നിനക്ക് സൗകര്യമായി അല്ലേ? പക്ഷേ എനിക്ക് നീണ്ട കൂർത്ത കൊക്കുള്ളത് മറക്കണ്ട. പുലി ഇരയെ മുഴുവൻ ഭക്ഷിച്ചിട്ട് ഉറക്കം പിടിക്കാനായി മരംകൊത്തി കാത്തുനിന്നു. മരംകൊത്തി മെല്ലെ താഴെ ഇറങ്ങി വന്ന് പുലിയുടെ ഒരു കണ്ണു കുത്തിപ്പൊട്ടിച്ചു. പുലി വേദന കൊണ്ട് പൊളഞ്ഞു. നീ എന്റെ കണ്ണു കുത്തി പൊട്ടിച്ചു. എന്ത് ക്രൂരതയാണത്? എനിക്ക് കൂർത്ത കൊക്കുണ്ട്. വേണമെങ്കിൽ നിന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അതിന് നീ ആദ്യം നന്ദി പറ, എന്നിട്ട് അലറുന്നത് നിർത്ത്. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ നാം കബളിപ്പിക്കപ്പെടും.